മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണേ. പിന്നെ അത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ ഫെയിൽഡ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വർക്കിന് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. നമുക്ക് അത്യാവശ്യം ലൈനർ ഉണ്ട്, പുതിയ ലൈനറാണ്. ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഹബിനകത്തൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിൻ ചെറുതായിട്ടൊക്കെ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടാണ്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കത് എയർ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യാം. പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. പ്ലഗിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ ഉണ്ട്, അപ്പോൾ പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ചേക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റ്, കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെ ചിലവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പൊല്യൂഷൻ്റെ പ്രോബ്ലം. ആ കാർബൺ മോണോക്സൈഡാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വരിക. അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ സ്ലോ ജെറ്റ് കൂടുതലും പെട്രോൾ കൂടുതലും അത് ബേൺ ചെയ്യാനുള്ള, അത് കത്തിക്കാനുള്ള ടൈമിങ്ങും കിട്ടില്ല, അതിനുള്ള ഇഗ്നീഷനും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് പൊല്യൂഷനായിട്ട് അവശേഷിക്കുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാം. അതേപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നമ്മൾ പോയി എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വരും, ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ അത്യാവശ്യം ടൈറ്റാണ്, നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് ബ്രേക്കിൻ്റെ. അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിളും ടൈറ്റ് കാണിക്കണം. ആ രണ്ട് കേബിളുകൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2023 ബാറ്ററിയാണ്. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാൽ പോലെ നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.92 വരെ കാണിക്കുന്നുണ്ട്. നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ്, കംപ്ലൈൻറ്റൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസും കാർബറേറ്റർ ക്ലീനിങ്ങാണ് നമുക്ക് മെയിനായിട്ട് വരാം കേട്ടോ. അതിനകത്ത് ആ സ്ലോ ജെറ്റ് മാറ്റി ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണം. കാരണം അതിൻ്റെ ആ ജെറ്റ് വന്ന ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ അറിയാലോ, E20 പെട്രോളാണ് ഇപ്പോൾ വന്നത്. അതിനകത്ത് എത്തനോളിൻ്റെ അളവ് കൂടുതലാണ് മെയിനായിട്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. അതിനകത്തൊരു ഫംഗസ് പോലെ ഐറ്റം വന്ന് പിടിച്ചിരിക്കും. അത് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. നോക്കിയാലേ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം. ഓക്കെ.